സിമി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാള എരുവത്തൂർ കൊച്ചുകടവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 6/12/2021 എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണത്. അതിനുള്ളിൽ ഒരുപാട് ചെറിയ ചെറിയ സാക്ഷ്യങ്ങളും വലുതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ അതൊക്കെ സീൽ വെച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയുടെ ഒരു രോഗസൗഖ്യത്തിൻ്റെ കാര്യമാണ്. 2 വർഷമായിട്ട് അമ്മയ്ക്ക് യൂട്രസിൽ തടിപ്പുണ്ടായിരുന്നു. ആ തടിപ്പ് എന്തായി മാറുമെന്നൊക്കെ ഭയങ്കര പേടിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ 3 ഹോസ്പിറ്റലുകളിൽ അമ്മ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും. അങ്ങനെ അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, പക്ഷേ ഇത് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ അമ്മ 2 ദിവസം മുന്നേ അനിയത്തിയും കൂടി സ്കാൻ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേക്കും മാതാവിനോട് ഞാനും അനിയത്തിയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും കൂടി അമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവരുത് മാതാവിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ യൂട്രസിൽ ആ തടിപ്പ് കാണാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്നാലും അമ്മയ്ക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, ആമവാദം, കിഡ്നിയിൽ കല്ലൊക്കെ ഉണ്ട്. എന്നാലും അമ്മയ്ക്ക് അതൊന്നും ഒരു വലിയ ഇതായിട്ട് കാണുന്നില്ല. കാരണം മാതാവ് ഉള്ളത് കൊണ്ട് ഭയങ്കര ഒരു ധൈര്യമാണ് ഞങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ സാക്ഷി ഞാൻ വന്ന് ഇവിടെ മാതാവിൻ്റെ മുന്നിൽ തിരുകുമാരൻ്റെ മുന്നിലും പറയാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ അമ്മേനെയും കൊണ്ടുവന്ന് ഞാൻ ആ സാക്ഷ്യം മാതാവിൻ്റെ മുന്നിൽ രേഖപ്പെടുത്തുന്നു. മാതാവിനും തിരുകുമാരനും 1000 നന്ദി. ഇനിയും എത്ര വലിയ അസുഖങ്ങളും എത്ര വലിയ ഇത് വന്നാലും ഒരു ധൈര്യം മാതാവ് ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം ഉള്ളത് കൊണ്ട് മുന്നോട്ട് ജീവിക്കും. നന്ദി. കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആര് ഞങ്ങളുടെ മുന്നിൽ കൈ നീട്ടിയാലും ഞങ്ങൾ ഒന്നും കൊടുക്കാതെ വിടില്ല. പറ്റുന്ന രീതിയിലെല്ലാം സഹായങ്ങൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ചുരുങ്ങിയ പൈസ ആയിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഗാന്ധി ഭവനിലും മറ്റ് മാനസികാരോഗ്യ ഇവിടേക്ക് ഞങ്ങൾ പോയി ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാനും അമ്മയും ചെയ്യാറുണ്ട്. ഇനിയും മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് എത്ര നാൾ വരാൻ പറ്റുമോ എന്നറിയില്ല. അത്രയും നാളും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരിക്കും. പത്രം ഇവിടുന്ന് മേടിച്ചിട്ട് ബസ് സ്റ്റാൻഡുകളിലും വീടുകളിലും ഞാൻ കൊടുക്കാറുണ്ട്. അതിനൊന്നും ആദ്യം ഒരു മടി തോന്നിയായിരുന്നു, പിന്നെ ഒന്നും മടിയൊന്നും തോന്നിച്ചില്ല. പിന്നെ എനിക്കത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ തീർന്നു പോകും പറഞ്ഞ നേരം കൊണ്ട്. അങ്ങനെ പിന്നെ ബൈബിള് വായന വളരെ കുറവാണ്. ഇനി അത് മുന്നോട്ട് ശരിക്കും ബൈബിള് വായിക്കണം. ഞാനൊരു അക്രൈസ്തവരാണ്. എനിക്ക് ജപമാലയും കാര്യങ്ങളൊന്നും അറിയില്ല, എങ്കിലും മറ്റുള്ളവരോടൊക്കെ ചോദിച്ച് ഞാനിപ്പോൾ പഠിച്ച് ഒക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇനി ഞാൻ ബൈബിള് അരമണിക്കൂർ വീതം വായിക്കും. പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, യൂട്യൂബിൽ ധ്യാനം കാണാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ എല്ലാത്തിനും മാതാവിനോടും തിരുകുമാരനും നന്ദി.